യൂട്യൂബ് ഇൻഫ്ലുവൻസർമാരെ കൊണ്ട് പോലീസിന് അങ്ങ് തലവേദനയാണല്ലോ. മറ്റൊരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ ഇപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പിടിയിലായിട്ടുണ്ട്. ഒരു വനിതാ ഇൻഫ്ലുവൻസർ എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. എന്താണ് അതിന്റെ വിവരം? അതുതന്നെയാണ് മദ്യപിച്ച് വാഹനം ഓടിച്ച ഇൻഫ്ലുവൻസർ SR ധന്യ, ഹെലനോസ് പാട്ട എന്നാണ് SR ധന്യ അറിയപ്പെടുന്നത്. വലിയ പ്രമുഖയായ ഇൻഫ്ലുവൻസറാണ്. അണങ്കൂരിൽ കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ FIR-ൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ 66-ൽ റോഡിന് നടുവിൽ ഈ വാഹനം നിർത്തിയിട്ടുന്നു. ഇത് കണ്ട് പോലീസുകാർ വന്ന് നോക്കുമ്പോൾ വാഹനം അമിത വേഗത്തിൽ ഓടിച്ചു പോകുന്നു. പിന്നീട് പോലീസ് ഇവരെ പിന്തുടർന്ന് ബന്ദിയോടുള്ള ഭഗവതി നഗറിൽ വെച്ച് പോലീസ് പിടികൂടുന്നു. പോലീസ് പിടികൂടി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഇൻഫ്ലുവൻസർ ഈ ധന്യ വാഹനം ഓടിച്ചത് മദ്യപിച്ചുകൊണ്ടാണെന്നുള്ള. പരിശോധനയിൽ 86 കാണിച്ചുവെന്ന് ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് നമുക്കറിയാൻ കഴിയുന്നത് ഈ വാഹനം അടക്കം വിട്ടു നൽകിയിട്ടുണ്ട്. ഫൈൻ ഈടാക്കിയതിനു ശേഷം വിട്ടു നൽകിയിരിക്കുകയാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനൊക്കെ വിളിച്ചിരുന്നു. പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ പറയാം. എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മാന്യതയില്ലാത്ത ആളുകളെ അസഭ്യം പറഞ്ഞ് പ്രശസ്തിയിലേക്ക് ഉയർന്ന ഒരു യൂട്യൂബറാണ് ഹെലനോസ് പാട്ട. എവിടെ അന്യായമുണ്ടോ അവിടെ ഹെലനോസ് പാട്ടയുടെ തെറിവിളികളും ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇതാ സ്വന്തം തന്നെ കുഴിയിൽ ചാടിയിരിക്കുകയാണ്. മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നതാണ് ഹെലനോസ് പാട്ടയ്ക്കെതിരെ വന്നിരിക്കുന്ന കുറ്റം. മാത്രമല്ല ഹൈവേയുടെ നടുക്ക് വാഹനം നിർത്തിയിടുകയും ചെയ്തു. അങ്ങനെയാണ് ഹെലനോസ് പാട്ടയെ പോലീസ് പിടിക്കുന്നത്. പോലീസിന് പിടികൊടുക്കാതെ ഓടിയെങ്കിലും ഓടിച്ചിട്ട് പോലീസ് ഏതായാലും പിടിച്ചു. പിഴയടച്ചപ്പോൾ രക്ഷപ്പെട്ടു എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ലോകത്തെ മുഴുവനും നന്നാക്കാനായിട്ട് നടന്ന ഹെലനോസ് പാട്ടയുടെ യഥാർത്ഥ മുഖം പ്രേക്ഷകർക്ക് തിരിച്ചറിയാനുള്ള ഒരവസരം കൂടി ലഭിച്ചിരിക്കുകയാണ്. അനീതി കണ്ടാൽ അവരെ വലിച്ചു കീറാൻ തെറികളുമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു യൂട്യൂബറാണ് ഹെലനോസ് പാട്ട. എന്തായാലും ഈ ഒരു കാര്യം ഹെലനോസ് പാട്ടയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം എല്ലാ അനീതികൾക്കെതിരെയും പോരാടിയിരുന്ന ഹെലനോസ് പാട്ട മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് പറയുന്നതിൽ തന്നെയാണ് വാർത്തയുടെ പ്രാധാന്യവും. കാരണം മയക്കുമരുന്നിനെതിരെ സംസാരിക്കുന്നവർ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന കാലമാണല്ലോ. അപ്പോൾ യൂട്യൂബേഴ്സ് പലരുടെയും പ്രവൃത്തിയും ജീവിതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പൂർണ്ണമായിട്ട് തെളിയിച്ചിരിക്കുകയാണ് ഹെലനോസ് പാട്ട. ചിലരെയൊക്കെ വലിച്ചു കീറുന്നു എന്ന് പറഞ്ഞിട്ട് വന്നിരുന്ന് കാണിച്ച അഹംഭാവത്തിന് നല്ലൊരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ഹെലനോസ് പാട്ടയ്ക്ക്. എന്തായാലും ഇനി ഹെലനോസ് പാട്ടയുടെ എന്താണ് മറുപടി എന്ന് നമുക്ക് കാണാം. ഇത് കൃത്യമായിട്ട് വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ എയർ ചെയ്ത ഒരു ന്യൂസാണ്, അല്ലാതെ ആരും ഉണ്ടാക്കി പറഞ്ഞ ഒരു ന്യൂസല്ല. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തോടെ മാത്രമേ മെയിൻ മീഡിയ ചാനൽസ് വാർത്തകൾ പുറത്തുവിടുകയുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് നടന്ന സംഭവത്തെക്കുറിച്ച് തന്നെയാണ് ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും ഹെലനോസ് പാട്ട ഇതിന് എന്ത് മറുപടി പറയുമെന്ന് നമുക്ക് കണ്ടറിയാം. ഹെലനോസ് പാട്ടയ്ക്കെതിരെ തന്നെ ഹെലനോസ് പാട്ട തെറി വിളിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.